നമ്മളിൽ പലരും ഇക്കാലത്ത് കടയിൽ പോയി ഒരു ചെറിയ സാധനം വാങ്ങിയാലും ഗൂഗിൾ പേ വഴിയാണ് പണം കൊടുക്കാറുള്ളത് അല്ലേ? ഈ പണം കട ഉടമയുടെ അക്കൗണ്ടിലെത്താറുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവെ ജീവനക്കാർക്ക് ഒരു തിരിമറിയും നടത്താൻ സാധിക്കില്ല. എന്നാൽ ഇടുക്കി കട്ടപ്പനയിലെ ഒരു ടയർ കടയിൽ ജീവനക്കാർ നടത്തിയ തട്ടിപ്പിനെ കുറിച്ച് അറിയണം. സ്ഥാപനത്തിലെ QR കോഡിന് പകരം സ്വന്തം അക്കൗണ്ടിൻ്റെ QR കോഡ് വെച്ചാണ് യുവതി 11 ലക്ഷത്തോളം രൂപ അപഹരിച്ചത്. കേസിൽ കട്ടപ്പന സ്വദേശിനി ശാലിനി മോഹൻ നായരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കട്ടപ്പനയിൽ പ്രവർത്തിക്കുന്ന ബേസിൽ ടയേഴ്സിലാണ് തട്ടിപ്പ് നടന്നത്. സ്ഥാപനത്തിലെ ബില്ലിംഗ് ആൻഡ് അക്കൗണ്ട് സെക്ഷനിൽ ജോലി ചെയ്തിരുന്ന കട്ടപ്പന അമ്പലക്കവല സ്വദേശി വെള്ളൂക്കര വീട്ടിൽ ശാലിനി മോഹൻ നായരാണ് തട്ടിപ്പ് നടത്തിയത്. സ്ഥാപനത്തിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നവർക്ക് പണമടയ്ക്കാനായി സ്കാൻ ചെയ്യാൻ വെച്ചിരുന്ന QR കോഡിന് പകരം ഇവർ സ്വന്തം അക്കൗണ്ടിന്റെ QR കോഡ് വെച്ചാണ് പണം അപഹരിച്ചത്. ആകെ 11,23,000-ലധികം രൂപ പലപ്പോഴായി സ്ഥാപനത്തിന് നഷ്ടമായി. ഇത്തവണ ഓഡിറ്റിംഗിലാണ് തട്ടിപ്പ് പുറത്തറിഞ്ഞത്. ഈ ഇയറിംഗിലെ ഓഡിറ്റിലാണ് പരിപൂർണമായിട്ടും എന്തുമാത്രം തുക എടുത്തു മാറ്റപ്പെട്ടു എന്ന് കമ്പനിക്ക് മനസ്സിലായി. അന്നേരം തന്നെ അതനുസരിച്ചിട്ട് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുകയും അവരുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്യുകയുണ്ടായി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല ഡോക്യുമെന്റുകളും കമ്പനിയുടെ ഭാഗത്തുനിന്ന് കിട്ടാവുന്ന തരത്തിലുള്ള എവിഡൻസും കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്ത് പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് തട്ടിപ്പ് നടന്നത് ഇങ്ങനെയാണ്. ആ സ്ഥാപനത്തിലേക്ക് നമ്മുടെ ഇവിടെ ആൾക്കാർ ടയറുകൾ വാങ്ങിക്കാൻ വേണ്ടി വരുന്നു, ടയർ വാങ്ങിക്കുന്നു, അവർക്ക് കൃത്യമായ അതിന്റെ ബില്ലും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. അതിനുശേഷം പേയ്മെന്റിന്റെ സമയം വരുമ്പോൾ ശാലിനിയുടെ സ്വന്തം അക്കൗണ്ടിലേക്ക് ശാലിനി പേയ്മെന്റ് വാങ്ങിക്കുന്നു. അതിനുശേഷം ശാലിനി തന്നെയാണ് അവിടെ അക്കൗണ്ട് കീപ്പ് ചെയ്തിരുന്നത്. ആ ബുക്ക് ലെഡ്ജറിൽ ടു ബാങ്ക് എന്ന നിലയിൽ എഴുതി വെക്കുകയും ആ പൈസ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്തു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മാനേജർ റോയി ഇത് ഡെയിലി ചെക്ക് ചെയ്യുകയും ഇത് ബാങ്കിലേക്ക് പോയി എന്നുള്ളൊരു വിശ്വാസത്തിലിരിക്കുകയും ചെയ്യുകയായിരുന്നു. സംഭവത്തിൽ മാനേജ്മെന്റ് നൽകിയ പരാതിയെ തുടർന്നാണ് കട്ടപ്പന പോലീസ് ശാലിനിയെ അറസ്റ്റ് ചെയ്തത്. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചതായാണ് വിവരം. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി.